എല്ലാവർക്കും GJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇവിടെ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ പഴമാണ് കേട്ടോ. എല്ലാവരും നമ്മുടെ പഴത്തൊലിയും അരി കഴുകുന്ന വെള്ളമൊക്കെ കളയുകയാണല്ലോ ചെയ്യാറ്. ഇപ്പോൾ ഇനി ആരും അതൊന്നും കളയണ്ട. കാരണം അതൊക്കെ നല്ലൊരു ഫെർട്ടിലൈസറാണ്, ജൈവ ലിക്വിഡാക്കി മാറ്റാം നമുക്ക്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൽ കെമിക്കലൊന്നും ഇല്ലതാനും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ടുള്ള വാഴയാണ്. അപ്പോൾ അത് നേന്ത്രപ്പഴമുണ്ട്, പാളയംകോടൻ, റോബസ്റ്റ, അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്ത് വാഴയാണ് വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ നമുക്ക് ഇതുപോലെ പഴമായിട്ടും എടുക്കാം, പഴത്തിൻ്റെ തൊലിയായിട്ടും നമുക്ക് ലിക്വിഡാക്കി മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പഴമാണ് എടുത്ത് കാണിക്കുന്നത്. പഴം എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൻ്റെ പഴത്തൊലി എടുത്താലും മതി. പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് നമ്മുടെ അരിയാണ്. അത് നമുക്ക് വൈറ്റ് റൈസോ ബ്രൗൺ റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിവിടെ ഇപ്പോൾ ഞാൻ 2 റൈസും കഴുകിയ വെള്ളമാണ് എടുക്കുന്നത്. ഇതിൻ്റെ വെള്ളം ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ഇതും നമ്മൾ കഴുകി വെള്ളം എടുക്കണം. അപ്പോൾ ആരും ഇതൊന്നും കളയാതെ ഇതൊക്കെ ഉപയോഗിക്കാം നമുക്ക്. ഇതൊക്കെ ഫ്ലവറിങ് പ്ലാന്റിനും വെജിറ്റബിൾസിനും ഒക്കെ നല്ലതാണ്. ഫ്രൂട്ട് പ്ലാന്റ്, ഇപ്പോൾ ചെറി, പേരയ്ക്ക, അതിനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഡ്രമ്മിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പേരക്കായൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ പഴത്തിൻ്റെ തൊലിയിലൊക്കെ പൊട്ടാസ്യവും കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ വേഗം ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നമ്മുടെ അരി കഴുകിയ വെള്ളത്തിലാണെങ്കിൽ വിറ്റാമിൻ ബി, ആമിനോ ആസിഡ്, സ്റ്റാർച്ച് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതാണ് ചെടികൾക്ക്. പിന്നെ നമുക്കിത് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റുന്നതാണ്. പിന്നെ അധികം കാശ് ചിലവൊന്നുമില്ല നമുക്കിതിന്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് തന്നെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതുമാണ്. പിന്നെ പുളിപ്പിക്കാനായിട്ട് നമ്മൾക്ക് ഒരു വെല്ലം ആവശ്യമുണ്ട്. അതും കൂടി ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരി കഴുകിയ വെള്ളമാണ്. ഇവിടെ ഇപ്പോൾ ബ്രൗൺ റൈസിൻ്റെയും ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. 2 വെള്ളവും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൂവിടാനും കായ പിടിക്കാനും ഒക്കെ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാം, അതുപോലെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയറൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് കാണിക്കാം. 3-4 പഴത്തൊലി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു 2 പഴമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. ചീഞ്ഞ പഴമൊക്കെ എടുത്താൽ മതി, നല്ല പഴങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 4 പഴത്തിൻ്റെ തൊലി അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഈ പഴം ഇതുപോലെ ചെറുതാക്കി സ്ലൈസാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് നല്ലൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് വലിയ പൈസ ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇതൊക്കെ പിന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേഗം വേരിലൂടെ വേഗം വലിച്ചെടുക്കും. അപ്പോൾ പ്ലാന്റ്സൊക്കെ നല്ല ഗ്രോത്തായിട്ട് പുഷ്ടിയുള്ളതായിട്ട് വളരുകയും ചെയ്യും. അതുപോലെ തന്നെ പൂവിടുകയും ചെയ്യും, കായ പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ അരിഞ്ഞു കഴിഞ്ഞു. ഇതിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ അരി കഴുകിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പഴത്തൊലി ആയാലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ഒരു പഴം എടുക്കുന്നുള്ളൂ. നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ വാഴയൊക്കെ ഉള്ളത് കാരണം കായൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലാത്തവർ പഴത്തൊലി മാത്രം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ജാറിൻ്റെ പകുതി വരെ അരിഞ്ഞിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളം, റൈസ് വാട്ടർ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു കപ്പ് ഞാൻ വൈറ്റ് റൈസിൻ്റെയും ബ്രൗൺ റൈസിൻ്റെയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് അതിലേക്ക് ഒരു ഒരു ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെല്ലാം 3 കൂടി കൂടുമ്പോൾ നന്നായിട്ട് പുളിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ശർക്കര ഇല്ലാത്തവർ കുറച്ച് പഞ്ചസാര ഇട്ടാലും മതി. അപ്പോൾ അത് പുളിച്ച് കിട്ടുകയും ചെയ്യും, നല്ലൊരു ന്യൂട്രിയൻ്റായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. അതുപോലെ കൃഷിയെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് അടച്ചു വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പാടില്ല. ഇത് പൊളിച്ച് വരുമ്പോൾ അതിൽ ചെറിയ ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ അത് നമ്മൾ ടൈറ്റാക്കി വെക്കാൻ പാടില്ല ഒരിക്കലും. എപ്പോഴും നമ്മൾ ഈ
അടുപ്പ് ലൂസാക്കി വെക്കാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അടുക്കളയിൽ വെച്ചാൽ മതി കേട്ടോ. ഇത് നമ്മൾ സൺലൈറ്റിലൊന്നും കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ദിവസം കഴിയുമ്പോൾ ഇതൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കുക. അങ്ങനെ 2-3 ദിവസം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ പഴത്തൊലിയും അരിഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അരിഞ്ഞിട്ടാലും മതി. നമ്മളൊരു ദിവസം കഴിഞ്ഞിങ്ങനെ 2 ദിവസമൊക്കെ കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ഒരു സ്മെല്ലും ഉണ്ടാകും. അത് നല്ലതാണ് ചെടികൾക്കൊക്കെ. അങ്ങനെ 5 ദിവസം കഴിയുമ്പോൾ നമുക്ക് അരിച്ചെടുത്ത് വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ ഒരു കപ്പ് ഒരു ഗ്ലാസ് ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കണമെങ്കിൽ 3 ലിറ്റർ വെള്ളമൊക്കെ നമുക്ക് കൂട്ടി ഡയല്യൂട്ട് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം കൂട്ടി ഡയല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് ഡയല്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ വീടുകളിൽ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെടികൾക്കും അതുപോലെ ഫ്രൂട്ട്സ്, നമ്മുടെ ചെറി, പേരക്കായ, ഇതിനൊക്കെ നല്ലതാണ്. ഇവിടെ കണ്ടോ, ഇതിന് റോസിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുത്താൽ. കാരണം ഇതിലൊക്കെ പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ന്യൂട്രിയൻ്റാണ്. അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പൂക്കളിൽ ഇല്ലാണ്ടിരിക്കുന്ന ചെടികൾക്കൊക്കെ ഇതൊന്ന് ഒഴിച്ച് നോക്കൂ കേട്ടോ. റിസൾട്ട് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിസൾട്ട് കാണണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തന്നെ നോക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇലച്ചെടികൾക്കും നല്ലതാണ്. ഇപ്പോൾ ഈ മണി പ്ലാന്റ്, അതുപോലെ തന്നെ CC പ്ലാന്റ്, അതിനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് ഒഴിച്ചു കൊടുത്താൽ. ഇലകൾക്കൊക്കെ നല്ലൊരു ഭംഗി വരും. അപ്പോൾ അത് ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലാവരും ഒന്ന് ഇത് വീടുകളിൽ ഉണ്ടാക്കി നോക്കുക. വലിയ കാശ് ചിലവൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.